പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാൾ കൂടിയിട്ട് ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിവിടെ നേരത്തെ തയ്ച്ചിട്ട് കിടന്നിരുന്ന കുറേ തുണികളുണ്ട്. അപ്പോൾ അത് കത്തിച്ച് കളയാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ അത് വേണ്ട, എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കഷ്ണം ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്, എന്നിട്ട് നമ്മളിത് കഴിഞ്ഞ വർഷത്തെ യൂണിഫോമിൻ്റെ ബാലൻസ് വന്ന തുണിയാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ പീസുകളാണ്. അപ്പോൾ ഞാനതെല്ലാം കൂടി ഇങ്ങനെ തിരിച്ചിട്ട് തരാം. കണ്ടോ, എല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് തയ്ച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ വെട്ട് കഷ്ണം തുണികളെല്ലാം കൂടെ പറക്കി ഇങ്ങനെ വരിയായിട്ടിങ്ങനെ തയ്ച്ചു വെച്ചു. കൈത്തയിലല്ല, മെഷീനിൽ തന്നെ തയ്ച്ചെടുത്ത്. കൈത്തയിൽ തയ്ക്കാൻ നിന്നാൽ ഒരുപാട് നേരം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ തയ്ച്ച് എങ്ങനെയുണ്ട് ഇത് കാണാൻ? കുറച്ച് ദൂരത്ത് വെച്ച് നോക്കുമ്പോൾ ഭംഗിയില്ലേ, ഒരു ഐശ്വര്യമില്ലേ കാണാൻ കൊണ്ട്. നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ വാതൊക്കെ ഇങ്ങനെ ഇട്ട ഒരു ഐശ്വര്യമില്ലേ കാണാൻ കൊണ്ട്. ഇന്നിപ്പോൾ തയ്ച്ചെടുത്തതേ ഉള്ളൂ. 2-3 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയതാണ്. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല. 2-3 ദിവസം കൊണ്ട് ഇതെല്ലാം നല്ല വൃത്തിയാണ് എടുത്തു. എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പറല്ലേ? അപ്പോൾ വീട്ടിൽ തയ്ക്കുന്ന ചേച്ചിമാരൊക്കെ, അല്ലെങ്കിൽ സാരിയോ ഷോളോ ഒക്കെ വേസ്റ്റ് നമുക്ക് വേണ്ട എന്ന് തോന്നി കീറിയതൊക്കെ ആയിട്ട് കളയാൻ വെച്ചിരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് മനോഹരമായ ചവിട്ടി, അതുപോലെ പില്ലോ കവറ്, കുഷ്യൻ കവറ്, അതുപോലെ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയുണ്ട്. ഇത് സാരിയുടെ 8 തുണിയുണ്ട്, അല്ലാതെ വേറെ ഉടുപ്പൊക്കെ തയ്ച്ചതിൻ്റെയൊക്കെ കുഞ്ഞു കഷ്ണങ്ങളുണ്ട്. അപ്പോൾ കോട്ടണും ഷിഫോണും എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാണ്ടിരിക്കരുത്. നമ്മൾക്ക് ഒരുപാട് പൈസ കൊടുത്തൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ നമുക്ക് ഭംഗിയുള്ള ലെവലിൽ ചതുരമായിട്ടോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇനി തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നാളെ വീണ്ടും കാണാം കേട്ടോ. ബൈ.